السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا. صدق الله العظيم. നമ്മൾ സൂറത്തുൽ കഹ്ഫാണ് വെള്ളിയാഴ്ചകളിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഖയ്യിമ വരെയാണ് കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ പറഞ്ഞു നിർത്തിയത്. ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദൻ. വിശുദ്ധ ഖുർആൻ അല്ലാഹു അടിമയായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തത് ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദൻ, അവനിൽ നിന്നുള്ള അതിശക്തമായിട്ടുള്ള താക്കീത് അറിയിക്കാൻ വേണ്ടിയാണ്. വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, ഈമാൻ ഉൾക്കൊള്ളുകയും സദാചാരങ്ങളിൽ നിരതരാവുകയും ചെയ്ത് മരിച്ചു പോകുന്ന ആളുകൾക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയുമാണ്. ഇവിടെ 2 കാര്യമാണ് അള്ളാഹു പറഞ്ഞത്. 1 താക്കീത്, 2 സന്തോഷവിവരം അറിയിക്കാൻ. ഇത് ഖുർആനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ സ്ഥലത്തും ഈ 2ഉം പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. അപ്പോൾ ഖുർആൻ ആണെങ്കിലും അല്ലാഹു ആണെങ്കിലും തിരുനബി ആണെങ്കിലും നദീറുമാണ്, ബഷീറുമാണ്, മുന്തിറുമാണ്, മുബശ്ശിറുമാണ്. അടുത്ത കാലത്തായി കേൾക്കുന്ന പ്രചരണ രംഗത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മുബശ്ശിറൻ എന്നത് മാത്രമാണ്. ഒരുപാട് പ്രഭാഷണങ്ങളിൽ അത് മികച്ചു പറയുന്നുണ്ട്. എന്താ പറയുക, ഒരാളിപ്പോ അടുത്ത് പ്രസംഗിച്ച ഞാൻ കേട്ടാണ്. അപ്പൊ ഞാൻ നരകം പറച്ചിൽ നിർത്തിയിട്ടുണ്ട്. ഇത് ഉമ്മത്തിനെ അബദ്ധത്തിൽ വീഴ്ത്തുന്നതാണ്. നമ്മളെങ്ങനെ മറച്ചു വെച്ചിട്ടും കാര്യമില്ല. നരകമുണ്ട്, അദാബുണ്ട്. അള്ളാന്റെ റഹ്മത്ത് തന്നെയാണ് മുന്നില്, സംശയമൊന്നുമില്ല. ഇന്ന റഹ്മത്തി ഗലബത്ത് ഗലബി, റഹ്മത്ത് മുന്നിലാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ വാതിൽ 8ഉം നരകത്തിന്റെ വാതിൽ 7ഉം ആയത്. നരകത്തിന്റെ വാതിൽ 9 ആക്കാൻ അള്ളാഹ്ക്ക് കഴിയല്ലോ. നരകം അല്ലെ, നരകത്തിന്റെ വാതിൽ 9 ആക്കാൻ അള്ളാഹ്ക്ക് കഴിയും, സ്വർഗത്തിന്റെ വാതിൽ 8 ആക്കാൻ കഴിയും. പക്ഷെ സ്വർഗത്തിന്റെ വാതിലാണ് 1 കൂടുതൽ, നരകത്തിന്റെ വാതിൽ 1 കുറവാണ്. കാരണം എന്താ? നരകം അള്ളാന്റെ ഗളബിന്റെ കേന്ദ്രമാണ്, റഹ്മത്തിന്റെ കേന്ദ്രമാണ് സ്വർഗം. അപ്പൊ റഹ്മത്ത് തന്നെയാണ് മുന്നില്. അത് എല്ലാ അർത്ഥത്തിലും ശരിയാണ്. എന്നാൽ ഗളബുണ്ട്. ഫാത്തിഹയിൽ തന്നെ ഗളബില്ലേ? ഗൈറിൽ മഗ്ലൂബി അലൈഹിം, ഗളബ് അവിടെ ചർച്ച ചെയ്തില്ലേ? ഇവിടെ ഇതാ ഇൻദാറ് എന്നത് താക്കീതാണ്. നിങ്ങൾ മര്യാദക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ നരകത്തിലിട്ട് കത്തിക്കും തന്നെയാണ് പറയണത്. അത് മറച്ചിട്ടൊരു കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതുകാരനുമാണ്, സന്തോഷവാർത്ത അറിയിക്കുന്ന ആളുമാണ്. 2ഉമാണ്. ഇത് പ്രസംഗത്തിൽ ഇതിങ്ങോട്ട് മൂടി വെച്ചിട്ട് ക്രിസ്ത്യാനികളെ പോലെ വെറും കാരുണ്യവും സ്നേഹവും മാത്രം പറഞ്ഞ് പ്രചരിപ്പിച്ച് പരത്തി നടന്നാൽ ആളുകൾ മുഴുവനും നിർഭരായി തീരും. എന്ത് കോച്ചറായിത്തരം കാണിച്ചാലും കാര്യമില്ല. നമ്മളെങ്ങനെയായാലും നന്നായിട്ട് മരിക്കുള്ളൂ, എല്ലാരും സ്വർഗത്തിലാക്കും എന്നൊക്കെ ഒരു പരന്ന അമിതമായ വിശ്വാസവും വിശാല വായനയുമാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ കടക്ക് കത്തിവെക്കുകയാണ് ഈ ആയത്ത്. ലിയുൻദിറ ബിഹി ബഅസൻ ശദീദ, ലിയുൻദിറ ബിഹി ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസനൻ മാകിസീന ഫീഹി അബദാ. അല്ലാഹു അതിശക്തമായിട്ടുള്ള താക്കീതാണ്. എന്താ ശക്തമായിട്ടുള്ള താക്കീത് ചെയ്യാൻ കാരണം? വളരെ ഗൗരവമുള്ള അദാബുകളുടെ കലവറകളാണ് വരാൻ പോണത്. അപ്പോൾ ശക്തമായ ജാഗ്രത വേണം, ശ്രമം വേണം, ചിട്ട വേണം, പഥ്യം പാലിക്കണം എന്ന് തന്നെയാണ് പറയണത്. ലക്ഷ്യം മറന്ന ജീവിതം അവതാളത്തിലാണ്. ലക്ഷ്യം വിശാലമാവുകയും ശക്തമാവുകയും ചെയ്താൽ പരിശ്രമം വർദ്ധിക്കും.
ഒരു പൂച്ചയും എലിയും തമ്മില് മൽപ്പിടുത്തം നടക്കുമ്പോ പലപ്പോഴും എലിയാണ് രക്ഷപ്പെടുക. എലിയേക്കാൾ പൂച്ച വലിയതാണ്, ഓടാൻ കഴിയും, ആരോഗ്യമുണ്ട്. എന്നിട്ട് എന്താ പൂച്ച തോറ്റു പോകുന്നത്? പലപ്പോഴും എലി ജയിക്കണ എന്തുകൊണ്ടാണ്? എലിന്റെ മുമ്പിലുള്ള ലക്ഷ്യം വലുതാണ്, കാരണം ജീവൻ എന്നുള്ളതാണ്. പൂച്ചന്റെ മുമ്പിലുള്ള ലക്ഷ്യം വിശപ്പ് എന്നുള്ളതാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ കിട്ടും. എലിക്കതല്ല, ജീവിതം ഒന്നേ ഉള്ളൂ, അത് പോയാൽ പിന്നെ വേറെ കിട്ടൂല. അപ്പൊ ലക്ഷ്യം വലുതായതുകൊണ്ടാണ് എലി രക്ഷപ്പെടുന്നത്. ലക്ഷ്യം വലുതാകും തോറും ശ്രമം കൂടും, ജാഗ്രത കൂടും. നമ്മുടെ ലക്ഷ്യം വലിയതാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. വീണാ കഥ കഴിഞ്ഞു. സാധാരണ തീയല്ല, സാധാരണ ചൂടല്ല, സാധാരണ അദാബല്ല, സാധാരണ കഷ്ടപ്പാടല്ല, സാധാരണ പ്രശ്നങ്ങളല്ല, അലാത്തൂൽ നരകമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ലക്ഷ്യം ഗംഭീരമാണ്, വലുതാണ്. അപ്പൊ ശ്രമം കൂട്ടണം. ഇതാണ് താക്കീത്. ഈ താക്കീത് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ആ നരകത്തിൽ വീഴും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്. ഉടനെ തന്നെ സന്തോഷവീര അറിയിച്ചു. താക്കീത് ഇങ്ങനെ പറഞ്ഞ് വിറപ്പിച്ച് പേടിപ്പിച്ച് ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയ ഉടനെ സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിച്ചു. അവിടെ തന്നെ വളരെ സൈക്കോളജിക്കലായിട്ട് ഇടപെട്ടു. കാരണം ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട കിട്ടിയാൽ പിന്നെ നഷ്ടപ്പെടുമോ എന്നൊരു പേടി ആർക്കുണ്ടാവും. ഇഷ്ടപ്പെട്ടത് കയ്യിലാക്കിയാൽ നഷ്ടപ്പെടുമോ എന്ന പേടി എല്ലാവർക്കും ഉണ്ടാവും, ഉറപ്പാണ്. ഞാൻ എപ്പോഴും ഓർക്കാണ്, വർഷം മുമ്പ് തൃശ്ശൂർ ഭാഗത്ത് ഞാൻ പത്രത്തിൽ വായിച്ചാണ്, ഒരു ബംഗാളിക്ക് ലോട്ടറി ടിക്കറ്റ് അടിച്ചപ്പോ അടിച്ച ഉടനെ ഓടിക്കതിച്ചെത്തിയത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലാണ്. സാറാ ഇന്നൊന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. എന്താ ഇവിടെ രക്ഷപ്പെടാനുള്ള രക്ഷപ്പെട്ടില്ലേ? അല്ല, ഇവിടെ രക്ഷപ്പെട്ടില്ലേ? കാരണം ആൾക്ക് ലോട്ടറി അടിച്ചല്ലോ. ആളെ ഭാഷയിലിട്ടോ, ലോട്ടറി അംഗീകരിക്കുന്ന ആളൊന്നുമല്ല. അയാള് രക്ഷപ്പെട്ടില്ലേ? കാരണം എത്ര 10 ലക്ഷത്തെ കിട്ടി. ഇനി എന്താ രക്ഷപ്പെടാനുള്ളത്? കിട്ടിയ ഉടനെ ഉമ്മാക്ക് വിളിച്ചില്ല, നാട്ടിക്ക് പോയില്ല, റൂമിക്ക് കയറിയില്ല. അടിച്ചിന് കണ്ടപ്പോ സ്റ്റേഷനിൽ കോടി പോയിട്ട് SI-നോട് പറഞ്ഞു, സാറേ ഒന്ന് രക്ഷപ്പെടുത്തണം. എന്താ രക്ഷപ്പെടുത്താനുള്ളത്? സാധനം കിട്ടിയില്ലേ? ഇനിയുള്ളത് നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണ്. എന്താ അറിഞ്ഞാല് വരാൻ കുറെ ആളുകൾ ഉണ്ടാവും, ഓലെ കയ്യിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണേന്നാണ് പറഞ്ഞത്. ഇതന്നെ നമ്മളും പറഞ്ഞത്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഹിദായത്ത് കിട്ടി, ഇനി രക്ഷപ്പെടുത്തണേന്നാണ് പറഞ്ഞത്. കാരണം കൊള്ളസംഘം ഉണ്ട് ഇപ്പുറത്ത്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. കൊള്ളസംഘാണ്. ഇക്കൊള്ള സംഘത്തിന് ഉറക്കുണ്ട്. ഇബ്ലീസിന്റെ നേതൃത്വത്തിലുള്ള കൊള്ളസംഘത്തിന് ഉറക്കില്ല, രാത്രിയും പകലും എന്നുള്ള കണക്കുമില്ല. കൽബാകുന്ന അൽമാരിയിൽ നിന്ന് ഈ സാധനം മോഷ്ടിക്കാൻ എപ്പോഴും അവര് തീവ്ര ശ്രമമാണ്. അവ രക്ഷപ്പെടാൻ അതിശ്രമം അത്യാവശ്യമാണ്. അതിൽ പരമപ്രധാനം ദുആ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ താക്കീത് പറയുന്നത്. വയുബശ്ശിറുൽ മുഅ്മിനീൻ. താക്കീത് മാത്രം പോരാ, ഒരു വിഭാഗത്തിനെ സുവിശേഷം അറിയിക്കണം. അല്ലദീന, ഒരു വിഭാഗം. എങ്ങനെയുള്ള ആളുകൾ? യുഅ്മിനൂന, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ. വയഅമലൂന സ്വാലിഹാത്ത്, വിശ്വാസം മാത്രം പോരാ, നല്ല കാര്യം ചെയ്യും വേണം. ചിലര് പറയലുണ്ട്, ഇന്റെ ഈമാനൊക്കെ ശക്തിയാണ്, ഇനി നിസ്കാരം വേണ്ട, നോമ്പൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ ഇരുന്നാ മതി. സുഹൃതങ്ങളില്ലാതെ സ്വർഗത്ത് പോവില്ല. ഈമാൻ അടിസ്ഥാന കാര്യമാണ്. നീ സ്വർഗം കിട്ടണമെങ്കിൽ അതിലൂടെ ഉണ്ടാക്കണം. നമ്മള് മൂലധനം കച്ചവടത്തിന്റെ അടിസ്ഥാന കാര്യമാണ്. ലാഭം ഉണ്ടാവണമെങ്കിൽ കട കൂട്ടിയിട്ട് വരയിൽ ഇരുന്നിട്ട് കാര്യമില്ല, പൈസ ഇറക്കിക്കണം എന്നിട്ട് കാര്യമില്ല, പണിയെടുക്കണം. ആർക്കതറിയാത്തത്? മരം എന്നത് അടിസ്ഥാന കാര്യമാണ്. ഉപകാരം കിട്ടണമെങ്കിൽ പഴം ഉണ്ടാവണം. പഴം സ്വാലിഹായ അമലാണ്. ഇത് രണ്ടുണ്ടെങ്കിലേ മരത്തിന് നിലനിൽപ്പുള്ളൂ. മരത്തിന്റെ തണ്ട് മാത്രം ഉണ്ടെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയ ആള് അതിമൊന്ന് ഉപകാരം കിട്ടിയിട്ടില്ലെങ്കിൽ വെട്ടിയിട്ട് കഷ്ണാക്കിയിട്ട് അടുപ്പിലിടും. ഇത് അള്ളിയും ചെയ്യും. ആ അടുപ്പിന്റെ പേരാണ് നരകം. അപ്പൊ വിശ്വാസം എനിക്കുണ്ട് എന്നിട്ട് പരിയിരുന്നിട്ട് കാര്യമില്ല, പണിയെടുക്കണം. ഇത് ഇസ്തിരി ചുളിയാത്ത പരിപാടിയില്ല. ഇസ്തിരി ചുളിയുന്ന പരിന്റെ പേരാണ് ഇസ്ലാം. കാരണം അള്ളാന്റെ മാർഗത്തിൽ പണിയെടുക്കണം. നിസ്കരിച്ചുകൊണ്ട്, നോമ്പോറ്റുകൊണ്ട്, സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട്, പാവങ്ങളെ ചേർത്തി പിടിച്ചുകൊണ്ട്, പാവങ്ങളെ സഹായിച്ചുകൊണ്ട്, പള്ളിയിൽ വന്നിട്ട് ജമാഅത്തിന് പങ്കെടുത്തിട്ട് ആകെ ഇത്തിരി കാലമുള്ളൂ. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങി മണ്ണിന്റെ പള്ളയാകുന്ന ഗർഭത്തുകളുടെ നടത്തം ഒരു 70 കൊല്ലം കിട്ടിയാ കിട്ടി. ഇന്നത്തെ കാലത്ത് അത് ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ 70 കൊല്ലത്തിൽ 35 കൊല്ലം ഉറങ്ങുക, കുറെ കാലം അന്തം വിട്ട് കിടക്കുക, പിന്നെ ആകെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഒരു പിടി കാലം മാത്രമേ ഉള്ളൂ, കുറഞ്ഞ ദിവസങ്ങൾ. അതിലൊന്ന് മര്യാദക്ക് നിൽക്കുന്നതാണ് അള്ളാഹ് പറഞ്ഞത്. എന്നാൽ അനന്തമായ സ്വർഗമാണ്. ഏത് സ്വർഗം? മാകിസീന ഫീഹി അബദാ, എല്ലാ കാലവും സ്വർഗം. അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. 70 കൊല്ലം ചെയ്തൊരു മനുഷ്യന്റെ അമലുകൾ ആകെ കണക്കൂട്ടിയിട്ട് അള്ളാഹ് തരികയാണെങ്കിൽ എത്ര കൊല്ലം സ്വർഗം എന്നാ മതി?
മാക്സിമം 70 കൊല്ലത്തൊക്കെ സ്വർഗം തന്നാ പോരെ, പിന്നെ പുറത്തായിക്കൂടെ? നിങ്ങൾ അധ്വാനത്തിന്റെ പരിധി കഴിഞ്ഞ് ഇനി പുറത്തു പോയിക്കോളി എന്നിട്ട് ഇനി നരകത്തിലിടേണ്ട ആറാഫ് മലമെന്ന് എത്തിയ പോരെ, ആണ്ടുകൊണ്ടും അല്ലാത്ത മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത മാതിരി ഇട്ടുന്ന ഒരു മല ഉണ്ട്, അതിന്റെ പേര് ആറാഫ് മല എന്ന്. സൂറത്ത് തന്നെ ഉണ്ട്, സൂറത്തുൽ ആറാഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ അധ്വാനിച്ചതിന് സ്വർഗത്തിന്റെ ഫലം കഴിഞ്ഞു. നിങ്ങൾ അധ്വാനിച്ചതിന് അതിന്റെ അപ്പുറം എമ്പാടും ഞാൻ തന്നിട്ടുണ്ട്. ഇനി എല്ലാരും ആ മലമ പോയിരുന്നോളി എന്ന് അള്ളാഹ്ക്ക് പറയാമല്ലോ, പക്ഷെ പറയില്ല. കുറഞ്ഞ കാലം അധ്വാനിച്ചാൽ എന്നേക്കും സുഖം. ഇതാണ് ഖുർആന്റെ ഓഫർ. അത് സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്. കാരണം ഏതൊരു മനുഷ്യനും ഒരു ഇഷ്ടപ്പെട്ട വമ്പൻ നിധി കിട്ടിയാൽ ഒരു പേടി ഉണ്ടാവും. ഇത് തീരോ പോവോ, ഇത് ആരെങ്കിലും കാണോ, നഷ്ടപ്പെടോ? അല്ലാഹ് പറയണോ നഷ്ടപ്പെടൂല, തീരൂല. മാകിസീന ഫീഹി അബദാ, എന്നും അതിൽ താമസിക്കുന്നവരായിട്ടാണ് നിങ്ങൾക്ക് സ്വർഗ്ഗമുള്ളത്. യാ അല്ലാഹ്, എന്നും താമസിക്കാൻ സുഗോലുപതയുടെ പർദീസയിലെ സമുന്നതമായ കനക കൊട്ടാരങ്ങളും ഉദ്യാനവും അർഹമുർ-റാഹിമീൻ അവന്റെ അടിയങ്ങൾക്ക് വേണ്ടി അതാ തയ്യാറാക്കി കാത്തിരിക്കുകയാണ്. അതിലേറ്റവും വലിയ ആനന്ദം സൃഷ്ടിച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന വിലപ്പെട്ട കനപ്പെട്ട ആനന്ദമാണ്. അത് തന്നെയാണ് സൂറത്തുൽ കഹ്ഫിന്റെ പര്യാവസാനം, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹ. അവിടെ അമലൻ സാലിഹ് ചെയ്യണമെന്നാ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറഞ്ഞ കാലം അല്ലേ? നിങ്ങളെല്ലാരും ഇപ്പൊ കുപ്പായിട്ട് ഞാനിട്ട് ഇത് ഊരിൽ ആരാന്ന് ഉറപ്പുണ്ടോ? ഇട്ടേ ഞമ്മളാണ്, ഊരിലെ അമ്മോനാണ് ഈ കാര്യം. ഇട്ടത് ഞമ്മളാണ്, ഊരിലെ പെണ്ണുങ്ങളാണ് ഈ കാര്യം. ഇട്ടത് ഞമ്മളാണ്, ഊരിലെ നാട്ടുകാരാണ് ഈ കാര്യം. ഇട്ടെന്ന് ഉറപ്പാണ്, ഊരിലെ ആരാണ് ഒരുറപ്പില്ല. ഇതാണ് കാലം. ഒരു ശ്വാസം കിട്ടിയ അത്രയും രണ്ടാമത്തെ വിടുമെന്ന് ഉറപ്പില്ല. വിടാത്തവർ തന്നെയാണ് മയ്യത്താകുന്നത്. ഇക്ലാസിൽ ഇവിടെ വന്നിരുന്ന എത്ര ആൾക്കാർ പള്ളിപ്പറമ്പിലുണ്ട്? ഇപ്പൊ എന്നോട് ഇവിടെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളെ പേരെന്താ? നിങ്ങൾ ചീരിനി പറഞ്ഞ ആ ചാക്കൂട്ടിൽ മുഹമ്മദ് ക അല്ലേ? ഇവിടെ ക്ലാസ്സിന് ഇരുന്ന ആളാണ്, ഇപ്പൊ ഖബറിലാണ്. ഇവിടെ ക്ലാസ്സിന് ഇരുന്ന കുറെ ആൾക്കാരെ മീസാൻ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് നമ്മളെ ക്ലാസ് പങ്കെടുത്ത എല്ലാവരും ഓർമ്മ ഉണ്ടാവും. കാരണം ദ്വാരക്കാണ്. ഞാൻ ഇവിടെ മാത്രമല്ല, സ്വകാര്യം ദ്വാരക്കും. കാരണം ഇതല്ലേ ഏറ്റവും വലിയ ബന്ധതാണ്, ഏറ്റവും വലിയ ബന്ധം. ഇത് സ്വർഗത്തേക്കുള്ള ബന്ധം, വേറെ തടസ്സമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു തആല സ്വർഗത്തിലെത്തിക്കട്ടെ. ലാസ്റ്റ് നമ്മക്ക് അവിടെ പിടിച്ചു വെക്കാമല്ലോ. പഠിച്ചവനും ഒന്നും അല്ലെങ്കിൽ ആ സുബൈക്ക് നിന്റെ ഖുർആൻ, വേറെ ഒന്നും ഇവിടെ പറയണില്ലല്ലോ. ഇവിടെ സംഘടന ഇല്ല, വ്യക്തിഹത്യല്ല, ഒന്നുമില്ല. ഇവിടെ അള്ളാഹിന്റെ കലാമോദ അർത്ഥം വെക്കാം. റസൂലുള്ളാഹിനെ പറയാ, സലാത്തല്ല, ദ്വാരക്ക പിരിയ, വേറെ എന്താ ഉള്ളത്? അപ്പൊ അതിൽ ഞാൻ എന്നും കാർക്കശമായി പങ്കെടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹ് അർഹമുർ-റാഹിമീനല്ലേ. നമ്മളെ രക്ഷപ്പെടണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹം പഠിച്ചവനല്ലേ. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിക്കല്ല അല്ലാഹ് കഴിച്ചിലാക്കാനേ. ഇത് വെച്ച് പിടിച്ചെന്നൂടെ? അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, വിശാലായി കൊടുക്കട്ടെ, വെളിച്ചായി കൊടുക്കട്ടെ, തെളിച്ചായി കൊടുക്കട്ടെ. വല്ല ദോഷങ്ങളുണ്ടെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ സാഹസ് കബൂലാക്കി തരട്ടെ. ഈ വെള്ളി പ്രഭാതത്തിൽ അന്നലവും നിശ്ചയം അവർക്കുണ്ട് അജറൻ ഹസനൻ, ഭയങ്കര കൂലിയുണ്ട്, നല്ലതായ കൂലിയുണ്ട്. ആ കൂലി തന്നെയാണ് സ്വർഗം. നേരാണ്ട് അർത്ഥം വെക്കാതിരുന്ന ചോദിച്ചെന്നത്. അന്നലവും അങ്ങനെ അധ്വാനിച്ച ആളുകൾക്ക് ഉണ്ട്, ലഹും അവർക്കുണ്ട്, നിശ്ചയം അവർക്കുണ്ട് അജറൻ ഹസനൻ, ബമ്പം കൂലിയും നല്ലതായ പ്രതിഫലമുണ്ട്. ഈ നല്ലതായ പ്രതിഫലമുണ്ട് എന്ന് അള്ളയാണ് പറയണത്, നമ്മളല്ലേ. വലിയൊരു മലയാളി നമ്മൾ വിളിച്ചിട്ട് എനിക്കിന്റെ അടുത്ത് നല്ലൊരു സംഖ്യ എടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കണക്കുണ്ടോ? ഇപ്പൊ യൂസ്ഫലി വിളിച്ചുകൊണ്ട് എന്നോട് വേണ്ട, നിങ്ങളോട് ആരെങ്കിലും പറയാന്ന് കൂട്ടാ, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു സംഖ്യ എടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഏകദേശം എത്ര ആയിരിക്കും മനസ്സിൽ കണക്കൂട്ടും. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും കൂടിയെന്ന 50 റുപ്യ. നേരെ മറിച്ച് വലിയൊരാള്, കേരളത്തിലെ ഏറ്റവും വലിയ മലയാളി, അയാൾ വിളിച്ചോണ്ട് പറയാ ഞാൻ നല്ലൊരു സംഖ്യ നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ ചെരുപ്പിടാതെ ഓടും. കാരണം നമുക്കറിയാം കുറഞ്ഞ 10 ലക്ഷം, ഏറ്റവും കുറഞ്ഞ. ഞാനോ നിങ്ങളോ ആരെയും പറയുകയാണെങ്കിൽ പിന്നെ 100 രൂപ എടുത്ത് ചെയ്തിട്ടുണ്ടാവും. എന്താ അള്ളാണ് പറഞ്ഞത്, ഭയങ്കര സംഗതി അങ്ങോട്ട് പോരുന്നത്, നല്ല സംഗതി എടുത്തിച്ച് ഇങ്ങോട്ട് പോരുന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ് കിട്ടിയാ പിന്നെ നഷ്ടപ്പെടൂല എന്നും ആയി തന്നെയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനൊക്കെ കൂടി ഉദ്ദേശിച്ചിട്ട് ഒരു 11 സ്വലാത്ത് മനസ്സമർത്തി വെള്ളിയാഴ്ചയാണ് ചൊല്ലിക്കോളി ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്
عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم പടച്ചവനെ ഞങ്ങൾ വന്നത് ഇരുന്നത് പകർന്നത് നുകർന്നത് ഈ വെള്ളിപ്രഭാതത്തിൽ പള്ളിയിൽ ഇരുന്നത് നീ കബൂലാക്കണേ അല്ലാ ചൊല്ലിയതും പറഞ്ഞതും വീഴ്ചകൾ പുറത്ത് സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ ഇതിന്റെ സവാബുകൾ അത്രയും നിന്റെ അഹബ്ബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ എത്തിക്കണേ അല്ലാ മറ്റേ അംബിയ മുർസലീങ്ങൾ അവിടുത്തെ അസ്ഹാബ് അസ്വാജ് ആല് അഹ്ലി ബൈത്തിൽ എത്തിക്കണേ നാഥാ ലോകത്തിന്റെ അഷ്ടദിക്കിലുള്ള മഹാന്മാരിൽ എത്തിക്കണേ അല്ലാ ഈ നാട്ടിലും പരിസരത്തും മറവ് ചെയ്യപ്പെട്ട മഹാന്മാരിൽ എത്തിക്കണേ അല്ലാ മഹദികളിൽ എത്തിക്കണേ അല്ലാ ഞങ്ങളിൽ നിന്ന് വീട് വിട്ടിറങ്ങി കബറിൽ കിടക്കുന്ന മാതാപിതാക്കളിൽ എത്തിക്കണേ റബ്ബേ അയൽവാസികൾ കുടുംബക്കാർ കൂടെ പഠിച്ചവർ ഞങ്ങളെ പഠിപ്പിച്ചവർ ഭക്ഷണം നൽകിയവർ വസ്ത്രം നൽകിയവർ കൂടെ ഇരുന്നവർ ചിരിച്ചവർ ചിരിപ്പിച്ചവർ സന്തോഷിപ്പിച്ചവർ സഹായിച്ചവർ സേവിച്ചവർ സ്നേഹിച്ചവർ പലരും കബറിലാണ് അവർക്ക് എത്തിച്ചവരുടെ കബറുകൾ സ്വർഗമാക്കണേ റബ്ബേ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിലെത്തിക്കണേ നാഥാ നിന്റെ മഹളായ ഫضല് കൊണ്ട് മുത്തുനബിയുടെ മഹത്വം കൊണ്ട് ഈ സമയത്തിന്റെ പ്രത്യേകത കൊണ്ട് സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് പാവങ്ങളായ ഞങ്ങളെ നീ നിന്റെ ഔദാര്യത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ റഹ്മത്തിൽ പെടുത്തണേ അല്ലാ അദാബിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരല്ല അല്ലാ പാവങ്ങളാണ് അതിലേറെ പാപികളാണ് രോഗികളാണ് ദോഷികളാണ് നീ അർഹമുർ റഹീമീനാണ് കൊള്ളക്കാര ഔലിയാക്കളാക്കിയവനാണ് തൊമ്മാടികളെ സ്വാലിഹീങ്ങളാക്കിയവനാണ് ഞങ്ങളെ നീ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള സ്വാലിഹീങ്ങളിൽ പെടുത്തണേ നാഥാ ഈ സദസ്സിൽ ഒരാളെയും നരകത്തിലിട്ട് കത്തിക്കല്ല നാഥാ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് കബറിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ പല സ്ഥലത്തുമുണ്ട് എന്റെ പ്രിയങ്കരനായ ബാവാടക്കം ഇവിടെ ചീരിഞ്ഞു കൊടുക്കണ മുഹമ്മദാക്കടക്കം അല്ലാഹുവേ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളടക്കം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ ഖബറുകൾ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കണേ റബ്ബേ ഖബറിൽ സ്വർഗീയ അനുഭൂതി കൊടുക്കണേ റബ്ബേ ഇരുട്ടുകൾ പോക്കണേ റബ്ബേ പുഴുക്കളെ നീക്കണേ റബ്ബേ ചീഞ്ഞു നാറുന്ന മയ്യിത്തുകളാക്കല്ല റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ രോഗാണുക്കളുടെ ഇടയിലാണ് ശക്തമായ മഴക്കാറ്റുകളുടെ ഇടയിലാണ് കെടുതികളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് മരണങ്ങളിൽ നിന്ന് തളർച്ചയിൽ നിന്ന് തകർച്ചയിൽ നിന്ന് കിടത്തത്തിൽ നിന്ന് അനാരോഗ്യത്തിൽ നിന്ന് ക്ഷീണത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് പരാജയങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് കടക്കണികളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നാഥാ കച്ചവടക്കാരുണ്ട് ഹൈറും ബർക്കത്തും നൽകണേ അല്ലാ വഴികൾ മുടക്കല്ല
അല്ലാ, പദ്ധതികൾ പൊളിക്കല്ല അല്ലാ, കടങ്ങൾ കൂട്ടല്ല അല്ലാ, തകർച്ചയിലാക്കല്ല റബ്ബേ, അസ്വസ്ഥതയിലാക്കല്ല റബ്ബേ. തടിക്ക് കനം കൂടിയിട്ടോ ആരോഗ്യമുണ്ടായിട്ടോ മേനിയിൽ മിനുസായ കുപ്പായമുണ്ടായിട്ടോ ഭംഗിയുള്ള വീടുണ്ടായിട്ടോ കാര്യമില്ല. കൽബ് തകർന്നാൽ കരുത്തുള്ള കൽബ് നൽകണേ അല്ലാ, സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. ഭാര്യമാർ മുഖേന, മക്കൾ മുഖേന, ശിഷ്യന്മാർ മുഖേന, കൂട്ടുകാർ മുഖേന, കുടുംബക്കാർ മുഖേന മനസ്സ് തകരുന്ന ഞങ്ങൾക്ക് തന്നെയും അസ്വസ്ഥത നൽകല്ല റബ്ബേ. വിശാലമായ വീക്ഷണങ്ങളും സ്വാസ്ഥ്യമായ ആയുസ്സും ആരോഗ്യമുള്ള തടിയും ബറക്കത്തുള്ള പണവും നൽകണേ റബ്ബേ. ഞങ്ങളെയും മക്കളെയും സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ദീനിനു വേണ്ടി സഹായിക്കുന്നവരെ സഹായിക്കണേ റബ്ബേ. ദഅവത്തിന് വേണ്ടി സഹായ സഹകരണം നൽകുന്നവർക്ക് നീ ഔദാര്യത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. കച്ചവടങ്ങൾ ശരിയാക്കി കൊടുക്കണേ അല്ലാ. തടസ്സങ്ങൾ നീക്കണേ റബ്ബേ. ബറക്കത്തുള്ള പണം നൽകണേ റബ്ബേ. ജീവിതം ദുസ്സഹമാക്കല്ല റബ്ബേ. മനസ്സ് ദുർഘടമാക്കല്ല റബ്ബേ. മരണം ആക്ബത്ത് ചീഞ്ഞതാക്കല്ല റബ്ബേ. അന്ത്യശ്വാസം ദിക്റിൽ ആശ്വാസമാക്കണേ റബ്ബേ. സ്വർഗം കണ്ട് പ്രസന്ന ഭാവത്തോടെ കലിമ ചൊല്ലി മരിക്കുന്നവരിൽ പെടുത്തണേ റബ്ബേ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. واغفر لنا يا غفار وانصرنا يا نصير وهب لنا يا وهاب واستر عيوبنا يا ستار وارحمنا يا رحمن وسلمنا يا سلام يا رحيم يا عليم يا حليم يا سميع يا بصير يا حكيم يا ودود يا جبار يا الله برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.